അടുത്തിടെ ഉക്രൈൻ ഒരു വലിയ ക്ലെയിം നടത്തി. ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് കാരണമാണ് പുടിൻ സമാധാന ചർച്ചയ്ക്ക് സമ്മതിച്ചത്. അല്ലെങ്കിൽ നെഗോസിയേഷൻ ടേബിളിലേക്ക് പുടിനെ കൊണ്ടുവരുന്നതിൽ ഈ ടോംഹോക്ക് ക്രൂയിസ് മിസൈൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളതായി ചില സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് എത്രത്തോളം പവർഫുൾ എന്നാണോ പറയപ്പെടുന്നത്, അത്രത്തോളം തന്നെ ഇതിന് മുൻപ് ഇത് റഷ്യൻ എക്യുപ്മെന്റ്സിനെ മീറ്റ് ചെയ്ത കഥയുമുണ്ട്. അത്തരത്തിലുള്ളൊരു കഥയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. 2017 59-ലധികം മിസൈൽസ് സിറിയയുടെ ഒരു ബേസിനെതിരെ അമേരിക്ക ഫയർ ചെയ്തിരുന്നു. ആ സ്ഥലത്തുണ്ടായിരുന്ന റഷ്യയുടെ പ്രധാനപ്പെട്ട സോവിയറ്റ് എറ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഇതിലെ കൂടുതൽ മിസൈലുകളെയും വെടിവെച്ച് വീഴ്ത്തിയതായി ഒരു ചരിത്രമുണ്ട്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഈ സംഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് എന്താണ്, എന്തുകൊണ്ട് ഇതിനെ റഷ്യ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു, ചെറിയൊരു നോട്ടായി അറിയാം. ടോംഹോക്ക് എന്നത് അമേരിക്കയുടെ ഡെസ്ട്രോയറിൽ നിന്നും ചില വേരിയന്റ് സബ്മറൈൻസിൽ നിന്നും ലാൻഡ് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. അമേരിക്കയുടെ ആർസണലിൽ, അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഈ ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം ഇവയ്ക്ക് അണുആയുധം ചുമന്നുകൊണ്ടുപോയി ആക്രമണം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്രത്തോളം ക്യാപ്പബിളായ മിസൈൽസ് റഷ്യയുടെ സ്ട്രാറ്റജിയെ തന്നെ റീഅലൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇപ്പോൾ റഷ്യ ഇതിനെ കണ്ട് എന്തുകൊണ്ട് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ റഷ്യയിലുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഈ ടോംഹോക്കിനെ വലിയൊരു ഭീഷണിയായി കാണാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ ആണ്. റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ കൂടാതെ അവരുടെ പക്കലുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ റെസ്പോൺസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി ചില വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. കാരണം അതിന്റെ വാർണിംഗ് റഡാർസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ പക്കലുള്ള ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം ആകാശത്തിൽ പറന്നു വരുന്ന ടാർഗറ്റ്സിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ന്യൂക്ലിയർ വാർഹെഡോടുകൂടി വരികയാണോ, നോർമൽ വാർഹെഡോടുകൂടി വരികയാണോ എന്ന് ടെസ്റ്റ് ചെയ്യും. എന്നാൽ ടോംഹോക്കിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെ ഇതിന്റെ നോർമൽ മിസൈൽ സൈസും ന്യൂക്ലിയർ വാർഹെഡ് കൊണ്ടുവരുന്ന മിസൈൽ സൈസിനും വലിയ വ്യത്യാസമൊന്നുമില്ല. രൂപത്തിലായാലും ഫിസിക്കൽ ക്യാരക്ടേഴ്സിലായാലും ഇവയെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാകും. കാരണം അതിന്റെ ഒരു ഘടന അങ്ങനെയാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഇത് കാരണം ഒരു ന്യൂക്ലിയർ റെസ്പോൺസ് ട്രിഗർ ചെയ്യുമോ എന്നുള്ളതാണ് റഷ്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ളൊരു ഭയം. അങ്ങനെയുള്ളപ്പോൾ ഈ ടോംഹോക്ക് മിസൈൽസ് സെലൻസ്കി പറഞ്ഞതുപോലെ തന്നെ റഷ്യയ്ക്ക് ഒരു ഭീഷണിയായി തന്നെ കൺസിഡർ ആകുന്നുണ്ട്. എന്നാൽ അത്രത്തോളം ഈ മിസൈലിനെ കണ്ട് റഷ്യക്കാർ ഭയപ്പെടണോ? ന്യൂക്ലിയർ റെസ്പോൺസ് അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് റഷ്യയുടെ എയർബേസസിനെതിരെ അല്ലെങ്കിൽ റഷ്യയുടെ സ്ട്രാറ്റജിക്കൽ ടാർഗറ്റ്സിനെതിരെ അത്രത്തോളം പെനട്രേഷൻ പവർ നൽകാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു സംഭവം കൂടെ അറിയണം. ഇതറിയാനായി സിറിയയിലേക്ക് പോകണം, 2017 പോകണം. നിങ്ങൾ ഒന്ന് ഇമാജിനേഷനിലേക്ക് പോവുക. 2017 ഏപ്രിൽ മാസം 7-ാം തീയതി 59 ടോംഹോക്ക് മിസൈൽസിനെ USS പോർട്ട് എന്ന മറ്റൊരു ഡെസ്ട്രോയർ കപ്പലിൽ നിന്നും ട്രംപിന്റെ ഉത്തരവിൻ കീഴിൽ സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ഫെസിലിറ്റി ആയിട്ടുള്ള ഷെയർ എയർബേസിനെ നോക്കി അയക്കുന്നു. ഇങ്ങനെ അയച്ച ഈ മിസൈലുകൾ മെഡിറ്ററേനിയൻ സീയിൽ നിന്നും അയച്ചതിനു ശേഷം ഈ എയർബേസിനെ നോക്കി അകത്തേക്ക് വരുന്നു. ഇങ്ങനെ അതിരാവിലെ വന്ന ഈ മിസൈൽസിന്റെ ഇമ്പാക്ട് സൈറ്റ്സ് 30-35 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതായി ഇസ്രായേൽ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടു. 59 മിസൈൽസ് അല്ലേ അയച്ചത്, എന്നാൽ 30-39 സ്ഥലങ്ങളിൽ മാത്രമേ ഇമ്പാക്ട് സംഭവിച്ചുവെന്നും പറയുന്നു. അപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്നും ഇതിനുള്ള മറുപടി ഒന്നും വന്നില്ലേ? ബാക്കി മിസൈൽസിന്റെ കാര്യം എന്തായി എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകണം. ഈ സംശയം പരിഹരിക്കുന്നതിന് മുൻപ് ഈ മിസൈലുകൾ അയച്ചതിന്റെ കാരണം അറിയണം. സിറിയയിലെ സർക്കാർ സേനയിലുള്ള അസാദ് ഫോഴ്സസിലെ വ്യക്തികൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്തു. ഇതിനെ ഖാൻ ഷുക്നൂൺ കെമിക്കൽ അറ്റാക്ക് എന്ന് പറയും. ഇത് ഏപ്രിൽ മാസം 4-ാം തീയതി 2017 ദ ടൗൺ ഓഫ് ഖാൻ ഷായ്ഖിൽ സംഭവിച്ചു. ഇതിൽ സാനി എന്ന വളരെ പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പണന്റ് ബോംബ്സ് അവിടെയുള്ള ജനങ്ങൾക്കെതിരെ ഈ സിറിയൻ സർക്കാർ അയച്ചതായി അമേരിക്ക ഒരു വലിയ കുറ്റാരോപണം നടത്തി. ഈ സരി എന്നത് വളരെ എക്സ്ട്രീംലി ടോക്സിക് ആയ ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ട് എന്ന് പറയും. ഈ ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിഷ സ്വഭാവം, ഇത് ജസ്റ്റ് ഒരു പുക പോലെ മാത്രമേ പടരുകയുള്ളൂ. എന്നാൽ ഇത് ശ്വസിച്ച ഉടൻ തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാൻ തുടങ്ങും. ഈ സിഗ്നൽസിനെയൊക്കെ കടത്തിവിടുന്ന ന്യൂറോണിൽ പ്രശ്നം ഉണ്ടാവുകയും അപ്പോൾ തന്നെ ആ വ്യക്തി പാരലൈസ് ആവുകയും ചെയ്യും. താഴെ വീണ് ശ്വാസം മുട്ടി മരിക്കും. ഇതെല്ലാം വിത്തിൻ സെക്കൻഡിൽ അവസാനിക്കും. ഇത്തരമൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിച്ച് സിറിയയിലെ അസാദ് ഫോഴ്സ് ഇവിടെ ഒരു അറ്റാക്ക് നടത്തിയെന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്തത്. ഇതിന് പകരം വീട്ടുന്ന രീതിയിലാണ് ഈ 2 ഡെസ്ട്രോയർ യുദ്ധക്കപ്പലുകളിൽ നിന്നും 59 ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് അസാദ് ഫോഴ്സസിനെതിരെ അമേരിക്ക അയച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് 59 ടോംഹോക്ക് മിസൈൽസ് അമേരിക്ക സിറിയയ്ക്ക് നേരെ അയച്ചത് എന്ന്. എന്നാൽ സംഭവിച്ച അറ്റാക്കിൽ പകുതി മിസൈൽസ് മാത്രമേ ഇമ്പാക്ട് ഉണ്ടാക്കിയുള്ളൂ. 30 മിസൈൽസ് ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് പകുതി മാത്രമാണ്. ഇസ്രായേലിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് 35 മിസൈൽസ് വരെയും പറയുന്നുണ്ട്. പക്ഷേ റഷ്യ ഇത് നിഷേധിച്ചു. വെറും 20 മിസൈൽസ് മാത്രമേ ഇമ്പാക്ട് ഉണ്ടാക്കിയുള്ളൂ. അവരും ചില ഫുട്ടേജസ് ഇവിടെ പുറത്തുവിട്ടു. ഇത് വീണ്ടും കൺഫേം ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു. ഇതിൽ മൊത്തം 9 എയർക്രാഫ്റ്റ്സ് നശിച്ചിട്ടുണ്ട്. 5 Su-23 M3, ഒരു Su-22 M4,
3 MiG-23M. ഇങ്ങനെ സിറിയൻ വ്യോമസേനയിലുള്ള 9 വിമാനങ്ങൾ നശിച്ചു. എന്നാൽ അടുത്ത ചില മിനിറ്റിൽ തന്നെ ഈ അറ്റാക്ക് നടന്ന അടുത്ത 35ാമത്തെ മിനിറ്റിൽ അവിടെ നിന്ന് വീണ്ടും വിമാനങ്ങൾ പറന്ന് തൊട്ടടുത്തുള്ള പ്രോവിൻസിൽ ഇതേ അസാദ് ഫോഴ്സസിനെതിരെ അറ്റാക്ക് നടത്തി. അപ്പോൾ എയർബേസ് പൂർണ്ണമായും നശിച്ചിട്ടില്ല. അമേരിക്ക അയച്ച മിസൈലുകളിൽ പകുതിയിലധികം മിസൈലുകൾ ഈ എയർബേസിൽ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ഇതിന് പിന്നിലുണ്ടായിരുന്ന റഷ്യയുടെ പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റം 2K-12 എന്ന കപ്പ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. സത്യത്തിൽ ഇത് സോവിയറ്റ് കാലഘട്ടത്തിൽ 1960കളിൽ നിർമ്മിച്ച് ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നാണ്. S-125ന്റെ അപ്ഗ്രേഡഡ് വേരിയന്റ് 1967ൽ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമായി നിർമ്മിച്ചു. ഇതിന്റെ മാക്സിമം എൻഗേജ്മെന്റ് റേഞ്ച് എന്നത് 50-60 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ S-125ന്റെ അപ്ഗ്രേഡഡ് വേരിയന്റായി ഇതിനെ നിർമ്മിച്ചു. ഇതൊരു പോയിന്റ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയാം. അതായത് പ്രത്യേകം ഒരു സ്ഥലത്തെ മാത്രം സംരക്ഷിക്കാനുള്ള ഒരു സിസ്റ്റം. അതിനുവേണ്ടിയാണ് റഷ്യ നിർമ്മിച്ചത്. അകത്തേക്ക് വന്ന ഈ ടോമഹോക്ക് മിസൈലുകളിൽ 19 മിസൈലുകൾ വരെയും ഈ ഒരു കപ്പ് മിസൈൽ സിസ്റ്റം, സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. സിറിയയിൽ ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഇന്നത്തെ മോഡേൺ ഡേ എടുത്ത് നോക്കിയാൽ ഇതിനേക്കാൾ അപ്ഗ്രേഡഡ് സിസ്റ്റംസ് ഉണ്ട്. S-400 ഇതിനേക്കാൾ വളരെ സുപ്പീരിയർ ആണ്. S-350 അതിനേക്കാൾ സുപ്പീരിയർ ആണ്. S-300 അതിനേക്കാൾ സുപ്പീരിയർ. ഇങ്ങനെ ഇതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഉണ്ട്. അന്ന് സിറിയയിൽ സംഭവിച്ചതിന് പിന്നിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. റഷ്യയുടെ S-400 തൊട്ടടുത്തുള്ള ഖെമീം എയർബേസിൽ ആക്ടിവേറ്റ് ചെയ്തു. അതിന്റെ ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഞ്ചിനുള്ളിലാണ് ഈ ഒരു എയർബേസ് വരിക. എന്നാൽ അമേരിക്ക ചെയ്തത് മുൻകൂട്ടി തന്നെ ഒരു വിവരം നൽകി. റഷ്യയെ നോട്ടിഫൈ ചെയ്തു. UK, കാനഡ, വീണ്ടും യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങൾക്ക് മുൻപ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നൽകി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന്. റഷ്യക്ക് നോട്ടിഫിക്കേഷൻ നൽകിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ S-400 ഡീആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ ഫയർ കൺട്രോൾ റഡാർസിനെ ഐഡിൽ മോഡിലേക്ക് കൊണ്ടുവരണം. അതായത് മിസൈൽ അയക്കുന്ന കഴിവിനെ ഐഡിൽ മോഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ ഒരു പോസിബിൾ എൻഗേജ്മെന്റ് സംഭവിക്കാതിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ മുൻപ് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. എന്റെ ടാർഗറ്റ്സിനെ നിങ്ങൾ എൻഗേജ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ടാർഗറ്റ്സിനെ ഞാനും എൻഗേജ് ചെയ്യില്ല. ഡയറക്റ്റ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ക്ലാഷ് ഉണ്ടാകാൻ പാടില്ല എന്നതിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഇട്ടിരുന്നു. ഇതിനെ മാനിക്കുന്ന രീതിയിലാണ് അമേരിക്ക ഒരു പ്രയർ നോട്ടിഫിക്കേഷൻ നൽകിയത്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് അവിടെ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാനും സാധിച്ചു. സിറിയയിലുള്ള 15 അധികാരികൾ കൊല്ലപ്പെട്ടതായി സിറിയൻ സർക്കാർ ഒഫീഷ്യൽ അറിയിപ്പ് പുറത്തുവിട്ടു. എന്നാൽ ഈ എണ്ണം, മരണനിരക്ക് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യയ്ക്ക് പ്രയർ നോട്ടിഫിക്കേഷൻ നൽകിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകാം, ഈ 20 മിസൈൽസ് 19 മിസൈൽസിനെയൊക്കെ കപ്പ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇത് റഷ്യ ചെയ്തില്ല? റഷ്യയുടെ S-400ന് ഇത് ചെയ്യാമല്ലോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. പക്ഷെ റഷ്യ ഇത് ചെയ്തിട്ടില്ല. റഷ്യയുടെ കപ്പ് മിസൈൽ സിസ്റ്റം മാത്രമാണ് ആ എയർബേസിൽ ഉണ്ടായിരുന്നത്. കാരണം അത് പ്രയർ അപ്രൂവലോടുകൂടി വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെടുത്തു. ഡയറക്റ്റ് ഈ മിസൈൽസിനെ എൻഗേജ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് വഴി അതിനെ എൻഗേജ് ചെയ്യാനുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്തു. അപ്പോൾ ഈ മിസൈൽ സിസ്റ്റത്തിന് എത്രത്തോളമാണോ ഡൗൺ റേഷ്യോ ഉണ്ടായിരുന്നത് അതിന് ഈക്വലായി തന്നെ 3 സെറ്റ് ഓഫ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഒരു 5-6 മിസൈൽസിനെ ഡൗൺ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ 29ലധികം മിസൈലുകളെ ഈ ഒരു മിസൈൽ സിസ്റ്റവും ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സും ചേർന്ന് അവിടെ ഡൗൺ ചെയ്തതായി വാർത്തയുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഒരു അപ്ഡേറ്റഡ് സാറ്റലൈറ്റ് ഇമേജസോട് കൂടി ഒരു തെളിവ് നൽകി. അത് കാണുമ്പോൾ 35 ഇടങ്ങളിൽ ഇമ്പാക്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അതിൽ 3 ഇടങ്ങളിൽ ഡബിൾ സ്ട്രൈക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു മിസൈൽ വീണ് പൊട്ടിത്തെറിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു മിസൈൽ വീണ്ടും വീണ് പൊട്ടിത്തെറിക്കുക. ഇങ്ങനെ മൊത്തത്തിൽ 35 മുതൽ 39 മിസൈൽസ് അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്ക് നോക്കിയാലും 39 മിസൈൽ എന്ന് കണക്കിലെടുത്താലും ബാക്കി 20 മിസൈൽസ് അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 20 മിസൈൽ എന്നതും ഒരു വലിയ നമ്പറാണ്. പക്ഷെ ഇവരിത് എന്തുപയോഗിച്ച് ഡിഫെൻഡ് ചെയ്തു എന്നൊരു കണക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ കപ്പ് മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചാണ് 20 മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ പോലും ഇന്ന് റഷ്യക്കെതിരെ ഈ മിസൈൽ അയക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഉണ്ട്. പങ്ഷീറൊക്കെ പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയ ഒന്നാണ്. ഇന്ന് വരെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് പ്രശംസിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊക്കെ സെലൻസ്കി മറന്നോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന് പിന്നിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് സെലൻസ്കിക്ക് നന്നായി അറിയാം. പക്ഷേ ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയി ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്യുവർ അൺപ്യുവർ പ്രൊപ്പഗണ്ട പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസ് വരികയാണെങ്കിൽ റഷ്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ അവരെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അതിന്റെ സക്സസ് റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് വരെയും അറിയില്ല. കാരണം 2017 മുതൽ ഇന്ന് വരെ 8 വർഷമായി. വർഷങ്ങൾക്ക് മുൻപ് സോവിയറ്റ് കാലത്ത് നിർമ്മിച്ച ഒരു ആയുധം തന്നെ 20ൽ കൂടുതൽ മിസൈലുകളെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 20ൽ കൂടുതൽ മിസൈലുകളെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 2025 അതിനേക്കാൾ മോഡേൺ സിസ്റ്റംസ് വെച്ചുകൊണ്ട് തീർച്ചയായും ഇതിനേക്കാൾ കൂടുതൽ സക്സസ് റേഷ്യോ റഷ്യ കൊണ്ട് നൽകാൻ കഴിയും. അതെല്ലാം സെലൻസ്കിക്ക് അറിയാം. എങ്കിലും അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നും ഒരു ന്യൂസ് നൽകണമല്ലോ എന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു വാർത്ത പറഞ്ഞത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം
വേഴ്സസ് ടോമഹോക്ക്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? റഷ്യയെ നോക്കി ഈ ഒരു മിസൈൽസ് ഫയർ ചെയ്യുകയാണെങ്കിൽ അതിന് റഷ്യയുടെ മറുപടി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.